सहन शक्ति को धारण कर लो तो क्रोध का नाम निशान खत्म हो जाएगा. സഹന ശക്തിയെ ധാരണ ചെയ്യൂ എങ്കിൽ ക്രോധത്തിന്റെ പേരോ അടയാളം പോലും ഇല്ലാതാകും. ഇത് ഗുൽസാർ ദാദിജിയുടെ ക്ലാസ് ആണ്. സഹനശക്തിയെ ധാരണ ചെയ്യുകയാണ് എങ്കിൽ ക്രോധത്തിന്റെ പേരും അടയാളം പോലും ഇല്ലാതാകും. बाबा ने हमें यही शिक्षा दी है कि कहना और करना समान हो. ബാബ പറഞ്ഞ ഇതാണ്, ബാബ നമുക്ക് ഈ ശിക്ഷണം നൽകുകയാണ്, പറയുന്നതും ചെയ്യുന്നതും സമാനമായിരിക്കണം. പറയുന്നതും ചെയ്യുന്നതും ഒരുപോലെ ആയിരിക്കണം അല്ലെ. ബാബ നമുക്ക് ഈ ശിക്ഷണമാണ് നൽകുന്നത്. ചൽത്തെ ഫിർത്തെ ഹമാരി ട്രേഡ് മാർക്ക് ഹോ ഓം ശാന്തി ഹെന. ബാബ പറയുകയാണ് അല്ലെ, നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴും അല്ലെ നമ്മുടെ ട്രേഡ് മാർക്ക് എന്താണ്? ഓം ശാന്തി എന്നുള്ളതല്ലേ. ഓം ശാന്തി ശബ്ദ് ജബ് ഭി കഹത്തെ ഹി തോ ഉസ് സമയ ഉസ് സ്വരൂപ് മേ സ്ഥിത് ഹോ ജായേ. ദാദി എന്താ പറഞ്ഞ? ഓം ശാന്തി എന്നുള്ള ശബ്ദം എപ്പോഴാണോ പറയുന്നത് അപ്പോൾ ആ സമയത്ത് ആ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യണം. ഓം ശാന്തി എന്ന് പറയുമ്പോൾ അല്ലെ, ഞാൻ ആത്മാ ശാന്ത സ്വരൂപനാണ്, എന്റെ വീട് ശാന്തിധാമാണ്, എന്റെ അച്ഛൻ ശാന്തിയുടെ സാഗരനാണ് അല്ലെ. ആ ഒരു സ്ഥിതിയിൽ, ആ ഒരു സ്വരൂപത്തിൽ നമ്മൾ സ്ഥിതി ചെയ്യണം. यही बाबा की हम सब बच्चों के प्रति शिक्षा भी है और प्यार भी है അല്ലെ. ഇത് ബാബയ്ക്ക് നമ്മൾ കുട്ടികളെ പ്രതിയുള്ള അല്ലെ ശിക്ഷണവുമാണ് സ്നേഹവുമാണ്. ക്യോങ്കി ബാബ യഹി ചാഹത്താ ഹെ കി മേരാ ഏക് ഏക് ബച്ച രാജാ ബച്ച ബനെ. അത് എന്താ പറഞ്ഞത് അല്ലെ, ബാബയ്ക്ക് നമ്മൾ ഓരോ കുട്ടികളെ പ്രതിയുമുള്ള ആഗ്രഹം എന്താണ് അല്ലെ? ബാബ എന്താണ് ആഗ്രഹിക്കുന്നത്? എന്റെ ഓരോ കുട്ടിയും രാജാക്കുട്ടിയാണ് അല്ലെ, രാജാക്കുട്ടിയായിരിക്കണം. അജ്ഞാൻ കാൽ മേ ഭി ഐസേ സോച്ചത്തെ കഹത്തെ ഹേ ലേക്കിൻ രാജാ ബൻതേ നഹി. ബാബ പറയുകയാണ്, അജ്ഞാന കാലത്ത് പോലും അല്ലെ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. എന്താണ്? രാജാക്കുട്ടിയാകണം. പക്ഷെ ബാബന അങ്ങനെ ആകുന്നില്ല. ബാബ ने तो हम हर एक को इस समय ही സ്വരാജ്യ അധികാരി ബനാ ദിയാ है. ബാബ ഇപ്പോൾ നമ്മളെ ഓരോരുത്തരെയും ഈ സമയത്ത് സ്വരാജ്യ അധികാരിയാക്കിയിരിക്കുകയാണ്. तो सभी രാസ് ഹോ യാ പരവശ് ഹോ ജാത്തേ ഹോ. ബാബ പറയാണ്, അപ്പോൾ എല്ലാവരും തൃപ്തരായോ അതോ പരവശരാണോ അല്ലെ? ബാബ നമ്മളെ ഈ സമയത്ത് സ്വരാജ്യ അധികാരിയാക്കി മാറ്റുന്നു അല്ലെ, രാജാ ബച്ച ആക്കുകയാണ്. അപ്പോൾ ഓരോ കുട്ടികളും ഈ എല്ലാ കാര്യത്തിലും തൃപ്തരാണോ അതോ പരവശരാണോ? ക്യോങ്കി ഹം സർവശക്തിവാൻ ബാബാ കെ ബച്ചേ ഹേ അല്ലെ. കാരണം എന്താണ്? നമ്മള് സർവശക്തിവാനായിട്ടുള്ള ബാബയുടെ മക്കളാണ്, സർവശക്തിവാനായ ബാബയുടെ കുട്ടികളാണ്. തോ ബാബ की जो property है वो है ही സർവശക്തിയാം. അപ്പോൾ ബാബയുടെ പ്രോപ്പർട്ടി എന്താണ് അല്ലെ? ബാബയുടെ പ്രോപ്പർട്ടി, ബാബയുടെ സമ്പത്ത് എന്ന് പറയുന്നത് സർവശക്തികളാണ് അല്ലെ. സർവശക്തികളും അല്ലെ ബാബയുടെ സമ്പത്താണ്. യഹി ഹമാരി ജായിദാദ ഹേ ജന്മസിദ്ധ അധികാരി. ഇതാണ് അല്ലെ നമ്മുടെ സമ്പത്ത്, നമുക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടിയ അധികാരമാണ് അല്ലെ സർവശക്തികളും അല്ലെ. ബാബയുടെ സമ്പത്ത് എന്ന് പറയുന്നത് സർവശക്തികളാണ് അല്ലെ. ഇത് നമ്മുടെ അല്ലെ സമ്പത്താണ്, ഇത് ജന്മസിദ്ധ അധികാരമായിട്ട് നമുക്ക് ലഭിച്ചതാണ്. ഹമീം യഹ് ഈശ്വരീയ നശ രഹ്താ ഹേ കി ഹമാരാ ബാബ സർവശക്തിവാൻ ഹേ ഓർ ഹം ഉൻ സർവശക്തിയോം കെ ബാലക് സോ മാലിക് ഹേ. ബാബ പറയുകയാണ് അല്ലെ, നമുക്ക് ഈ ലഹരി ഉണ്ടായിരിക്കണം അല്ലെ, നമ്മുടെ ബാബ സർവശക്തിവാനാണ്. ആ എല്ലാ അല്ലെ സർവശക്തികളിലും നമ്മള് ബാലകനും അധികാരിയുമാണ്. യഹ് നശ സദാ രഹ്താ ഹേ യാ കഭി കഭി രഹ്താ ഹേ. ചോദിക്കുകയാണ് അല്ലെ, ഈ ലഹരി സദാ ഉണ്ടോ അതോ ഇടയ്ക്കിടയ്ക്കേ ഉള്ളോ?
അല്ലെ ബാബ അല്ലെ ബാബ എന്താണ് സർവശക്തിവാനാണ്. അപ്പോൾ ആ സർവശക്തികളുടെയും അല്ലെ അധികാരികളാണ് നമ്മൾ കുട്ടികൾ. അപ്പം അതിന്റെ ആ ലഹരി സദാ ഉണ്ടോ അതോ ഇടയ്ക്കിടയ്ക്കേ ഉള്ളോ? अभी हम ऐसे ऊंची बेहद बाबा के बच्चे तो बन गए, लेकिन यह चेक करना है कि जो हमको बाबा ने जन्म सिद्ध अधिकार दिया है वो हमने प्रैक्टिकल लाइफ में यूज किया है. ഇപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഉയർന്ന പരിധിയില്ലാത്ത ബാബയുടെ കുട്ടിയായിരിക്കുകയാണ്. എന്നാൽ ഇത് ചെക്ക് ചെയ്യണം അല്ലെ, എന്താണോ അല്ലെ നമുക്ക് ബാബ ജന്മസിദ്ധ അധികാരമായിട്ട് നമുക്ക് നൽകിയത് അത് നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ടോ? അല്ലെ, സർവശക്തികളും ജന്മസിദ്ധ അധികാരമായിട്ട് ബാബ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ സർവശക്തികളെയും നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ടോ? ഇത് ചെക്ക് ചെയ്ത് നോക്ക്. ക്യോങ്കി हम सभी बच्चों को बाबा ने कहा है कि विश्व का कल्याण करना है. കാരണം നമ്മൾ എല്ലാ കുട്ടികളോടും ബാബ പറയുകയാണ് വിശ്വത്തിന്റെ മംഗളം ചെയ്യണം. तो जो शक्तियां बाबा से मिली है वो औरों को की बांटनी है. അപ്പോൾ ഏതൊരു ശക്തിയാണോ ബാബയിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആ ശക്തികള് അത് മറ്റുള്ളവർക്കും വീതിച്ച് കൊടുക്കണം. ജായിദാദ് സംഭാലനെ കാഫി അക്കൽ ഹോനാ ചാഹി. അല്ലെ, ബാബയിൽ നിന്ന് ലഭിച്ച ആ സമ്പത്ത് അതിനെ സംരക്ഷിക്കണമെങ്കിൽ സൂക്ഷിക്കണമെങ്കിൽ അല്ലെ വിവേകം വേണം, അല്ലെ ബുദ്ധി ഉണ്ടായിരിക്കണം. हम बाबा की जायदाद को कितना अपना बना करके सब प्रति और विश्व के प्रति कार्य में लगा रहे हैं. നമുക്ക് ബാബയിൽ നിന്നും ലഭിച്ച ആ സമ്പത്ത് എത്രത്തോളം തന്റേതാക്കി സ്വയത്തെ പ്രതിയും വിശ്വത്തെ പ്രതിയും ഉപയോഗിക്കുന്നുണ്ട്. അഗർ ഹം കാര്യമേ ലഗാത്തെ ഹേ തോ ഹംകോ മെഹനത്ത് നഹി കർണി പഡ്. അഥവാ നമ്മൾ അല്ലെ ബാബയിൽ നിന്ന് ലഭിച്ച ആ സമ്പത്ത് സർവശക്തികള് നമ്മൾ കാര്യത്തിൽ ഉപയോഗിക്കുകയാണ് എങ്കിൽ നമുക്ക് പരിശ്രമമൊന്നും ഉണ്ടാവില്ല. കൈ ബാർ योग टूटता है फिर जोड़ने की मेहनत करते हैं. ചിലപ്പോഴൊക്കെ ആണെങ്കിലോ ബാബയെ ഓർമ്മിക്കുമ്പോൾ അല്ലെ ആ യോഗം ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകുന്നു, പിന്നെ യോജിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടി വരുന്നു. അഭി അഭി യോഗി ഹോഗി അഭി അഭി തോടാ കം ഹോ ജായേംഗെ അല്ലെ ഉസ്കി ജരൂരത്ത് ഹി നഹി ഹെ ക്യോങ്കി ഹം അപ്നെ പ്രദീപ് ഹി യൂസ് കർ രഹേ ഹെ. ബാബ പറയാണ് ഇപ്പോഴിപ്പോൾ നമ്മൾ യോഗിയാണ്, ഇപ്പോഴിപ്പോൾ അല്ലെ കുറച്ചൊക്കെ അല്ലെ കുറവ് സംഭവിക്കുന്നു, അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരിക്കുകയില്ല. കാരണം നമ്മള് സ്വയത്തെ പ്രതി ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. ബാബയിൽ നിന്ന് ലഭിച്ച അല്ലെ ആ സർവശക്തികളാകുന്ന ആ സമ്പത്ത് നമ്മൾ ഉപയോഗിക്കുകയാണ് എങ്കിൽ ഇടയ്ക്കിടയ്ക്ക് യോഗി ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞു പോകുന്നു, അങ്ങനെയുള്ള ഇതൊന്നും നമുക്ക് ഉണ്ടാവുകയില്ല. കാരണം നമ്മളത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. तो मन बिजी हो गया ना, അപ്പൊ മനസ്സ് ബിസി ആയില്ലേ. मन में भी टेंशन होता है, हमारे बाबा को भी मन भी चाहिए. मन मनमना भवा है तो बाबा के मिलन का अनुभव कर सकते हैं. पर മനസ്സ് ബിസി ആയില്ലേ, മനസ്സിന് ടെൻഷൻ ഉണ്ടാവുകയാണ്. അപ്പൊ നമ്മുടെ ബാബയ്ക്കും അല്ലെ മനസ്സ് വേണം, അല്ലെ മനസ്സാണ് മന്മനാഭവ. അപ്പോൾ ബാബയുമായുള്ള ആ മിലനത്തിന്റെ അനുഭവം ചെയ്യാൻ സാധിക്കും. അല്ലെ മനസ്സും തമ്മിലുള്ള കണക്ഷൻ ആണ്. അല്ലെ അപ്പം മന്മനാഭവയാണ് എങ്കിൽ ബാബയുമായുള്ള ആ മിലനത്തിന്റെ അനുഭവം ചെയ്യാൻ സാധിക്കും. तो स्थिति हमारी तब बन सकती है जब बाबा ने जो सर्व शक्तियां दी है वो समय पर काम में आई. ബാബ പറയുകയാണ് അല്ലെ സ്വസ്ഥിതി നമുക്ക് അപ്പോഴാണ് ഉണ്ടാക്കുവാൻ സാധിക്കുന്നത് എപ്പോഴാണോ അല്ലെ ബാബയിൽ നിന്ന് നമുക്ക് ഏതൊരു സർവശക്തികളാണോ ലഭിച്ചിരിക്കുന്നത്, ബാബ ഏതൊരു സർവശക്തികളാണോ നമുക്ക് നൽകിയിരിക്കുന്നത് അത് നമുക്ക് സമയത്ത് ഉപയോഗിക്കാൻ പറ്റണം. ബാബയിൽ നിന്ന് ലഭിച്ച ആ ശക്തികളെ സമയത്തിൽ ഉപയോഗിക്കാൻ സാധിക്കണം. അപ്പോഴേ നമുക്ക് സ്വസ്ഥിതി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. याद तो रहती है लेकिन एक चेक करे कि जिस समय जो शक्ति चाहिए उस समय वो शक्ति हम यूज कर सकते हैं.
അവന് ഓർമ്മയുണ്ട്. എന്നാൽ ഇത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഏത് സമയത്ത് ഏത് ശക്തിയുടെ ആവശ്യകതയുണ്ടോ ആ സമയത്ത് ആ ശക്തി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെ, ബാബ നമുക്ക് എല്ലാ ശക്തികളും നൽകിയിട്ടുണ്ട്. നമ്മൾ മാസ്റ്റർ സർവശക്തിവാനാണ്, ഈ സമ്പത്തൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട്, എന്റെ ഓർമ്മയൊക്കെ ഉണ്ട്. എന്നാൽ ബാബ എന്താ പറഞ്ഞത്? നമുക്ക് ഏത് സമയത്ത് ഏത് ശക്തിയുടെ ആവശ്യകതയാണോ നമുക്കുള്ളത് ആ സമയത്ത് അല്ലെ ആ ശക്തി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ? വോ ശക്തി കാമേ ലഗത്തി ഹേ, ആ ശക്തി നമ്മുടെ കാര്യത്തിൽ വരുന്നുണ്ടോ? ക്യോങ്കി അഗർ സമയ പർ യൂസ് നാ ഹോ തോ കിസ് കാം കി ഹേ, കാരണം ബാബു പറയണം അഥവാ സമയത്ത് നമുക്ക് ആ ശക്തി ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ശക്തി കൊണ്ട് പിന്നെ എന്ത് കാര്യം? അല്ലെ, ശക്തി ഉണ്ട്, ഒരു സമയത്ത് ആ ശക്തി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു ശക്തി നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് നമുക്ക് എന്താ പ്രയോജനം? अगर സർവശക്തിയോं के हम मालिक है तो ये हमारे order में होनी चाहिए. അഥവാ സർവശക്തികളുടെയും നമ്മൾ അധികാരിയാണ് എങ്കിൽ അല്ലെ സർവശക്തികളും നമ്മുടെ ഓർഡർ അനുസരിച്ച് നടക്കണം. ബാബ कहते हैं हे മാസ്റ്റർ സർവശക്തിവാൻ ബച്ചേ, ബാബ എന്താ പറയുന്നത്? അല്ലയോ മാസ്റ്റർ സർവശക്തിവാൻ കുട്ടികളെ, आप मालिक होके जिस शक्ति की आवश्यकता है उन शक्तियों को ऑर्डर करो. അല്ലെ, ബാബു പറഞ്ഞ താങ്കൾ അധികാരികളാണ് എങ്കിൽ ഏത് സമയത്താണോ ശക്തിയുടെ ആവശ്യകതയുള്ളത് ആ സമയത്ത് ആ ശക്തിയെ നിങ്ങൾ ഓർഡർ ചെയ്യും. ഏത് സമയം ഇപ്പൊ സഹനശക്തി വേണം അല്ലെ എന്ന് തോന്നുന്ന സമയത്ത് ആ സമയത്ത് സഹനശക്തിയുടെ ഓർഡർ ചെയ്യും. ആ സമയത്ത് സഹനശക്തി വരണം. ബാബ പറഞ്ഞ ജഹാം ജൈസി ജഹാം സഹനശക്തി ഹേ വഹാം ക്രോധ നഹി ആയേഗ, ഏതുപോലെ എവിടെയാണോ സഹനശക്തി ഉള്ളത് അവിടെ ക്രോധം വരില്ല. ക്രോധിക്കേണ്ട സാഹചര്യം വരുന്ന സമയത്ത് സഹനശക്തിയെ നമ്മൾ ഓർഡർ ചെയ്യണം. സഹനശക്തി ആ സമയത്ത് നമ്മുടെ ഓർഡർ അനുസരിച്ച് സഹനശക്തി വരികയാണ് എങ്കിൽ അവിടെ നമ്മൾ ക്രോധിക്കുകയില്ല. അല്ലെ, ക്രോധിക്കുകയാണെങ്കിൽ എന്താണ്? സർവശക്തികളും ഉണ്ട്, പക്ഷെ സമയത്ത് സഹനശക്തി ഉപയോഗത്തിൽ വന്നില്ല. അല്ലെ, അപ്പൊ അങ്ങനെയുള്ള സഹനശക്തി എന്റെ അടുക്കൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്താ കാര്യം? അല്ലെ, ബാബ പറയുകയാണ് സഹനശക്തി ഉണ്ട് എങ്കിൽ അവിടെ ക്രോധം വരികയില്ല. ബാബ कहते हैं സഹനശക്തി ധാരൻ കർലോ തോ ക്രോധ കാ നാം നിശാൻ ഹി നഹി രഹേഗ. ബാബ എന്താ പറയുന്നത്? സഹനശക്തി ധാരണ ചെയ്യുകയാണ് എങ്കിൽ ക്രോധത്തിന്റെ പേരോ അടയാളം പോലുമോ നമ്മളിൽ ഉണ്ടാവുകയില്ല. ക്രോധ ഹേ ദുവാ ഓർ ക്രോധ നഹി ഹേ തോ ദുവാ. ബാബ പറയാണ് അല്ലെ, ക്രോധം എന്ന് പറയുന്നത് അല്ലെ പുകയാണ്. ദേഷ്യം വന്ന് അല്ലെ പറയാറില്ലേ? അപ്പൊ നാം ക്രോധമില്ലെങ്കിലോ അവിടെ ആശീർവാദമാണ്. ദുവാ ദോ ഓർ ദുവാലോ, അപ്പം ആശീർവാദം കൊടുക്ക്, ആശീർവാദം എടുക്ക്. ദുഃഖ ദോപി നഹി ഓർ ലോപി നഹി, ദുഃഖം കൊടുക്കുകയും ചെയ്യരുത്, ദുഃഖം എടുക്കുകയും ചെയ്യരുത്. ജോ ദുഃഖ ലോഗ് നഹി വഹ് ദേംഗെ ഫി നഹി. പറഞ്ഞ ആരാണ് ദുഃഖം എടുക്കാത്തത് അവരാർക്കും ദുഃഖം കൊടുക്കുകയുമില്ല. तो किसी भी बात में फीलिंग आना माना ഫീൽ होना. ഇനി എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഫീലിംഗ് വന്നു അർത്ഥം നിങ്ങൾ തോറ്റുപോയി. जो खड़ी खड़ी फेल होगा वो लास्ट में क्या पास होगा. അപ്പൊ കൂടെ കൂടെ ഇങ്ങനെ തോറ്റു പോവുകയാണെങ്കിൽ ലാസ്റ്റിൽ എന്തായിരിക്കും അവസ്ഥ? പാസ്സാകുമോ? അല്ലെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫീലിംഗ് വന്നു എങ്കിൽ നമ്മൾ തോറ്റുപോയി അല്ലെ. അപ്പൊ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോറ്റുപോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ലാസ്റ്റിലെ അവസ്ഥ എന്തായിരിക്കും? तो पहले अपने ऊपर रहम करो क्योंकि बाबा कहते हैं तुम्हारे जड़ चित्रों से भी भक्त लोग दुआ मांगते हैं. ഇപ്പോൾ ആദ്യം സ്വയത്തിന്റെ മേൽ നിങ്ങൾ ദയ കാണിക്കുക. കാരണം ബാബ പറയുകയാണ് നിങ്ങളുടെ ജഡചിത്രങ്ങളിലൂടെ പോലും ഭക്തര് ആശീർവാദം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നിങ്ങളുടെ ജഡചിത്രങ്ങളിലൂടെ പോലും ഭക്തര് ആശീർവാദം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആപ് തോ ചൈതന്യ ബ്രാഹ്മൺ സോ ഫരിസ്താസോ ദേവതാ ബന്നി വാലിഹോ. താങ്കൾ ഇപ്പോൾ ചൈതന്യ അല്ലെ ബ്രാഹ്മണനാണ്. ചൈതന്യ ബ്രാഹ്മണനിൽ നിന്നും ഫരിസ്തയിൽ നിന്നും ദേവതയും ആകുന്നവരാണ്. तो ചൈതന്യ में कितना merciful സ്വരൂപ होना चाहिए. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഈ ചൈതന്യത്തിൽ നിങ്ങൾ എത്ര
അല്ലെ ദയാസ്വരൂപരാകണം. അല്ലെ നിങ്ങളുടെ ജഡചിത്രങ്ങളിലൂടെ പോലും അല്ലെ ഭക്തര് ആശീർവാദങ്ങള് യാചിച്ചുകൊണ്ടിരിക്കുകയാണ്, ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഈ ചൈതന്യത്തിൽ അല്ലെ നിങ്ങൾ എത്ര ദയാഹൃദയരാകണം. ഇസ് ബ്രാഹ്മൺ ജീവൻ കി ബഹുത്ത് വിശേഷതായേ. ബാബ പറയുകയാണ് ഈ ബ്രാഹ്മണ ജീവിതം എന്ന് പറയുന്നത് വളരെ വിശേഷതകളാൽ നിറഞ്ഞതാണ്. चलो सतयुग में हम देवता बन जाएंगे, हमारा राज्य हो जाएगा, लेकिन शिव बाबा नहीं होगा, अभी तो बाप दादा दोनों हमारे साथ. അപ്പൊ നമ്മൾ സത്യുഗത്തിലേക്ക് പോകും അല്ലെ, നമ്മൾ അവിടെ ദേവതയായിട്ട് മാറും. അപ്പൊ നമ്മുടെ രാജ്യവും വരും. എന്നാൽ അവിടെ ആരുണ്ടാകില്ല? ശിവബാബ ഉണ്ടായിരിക്കുകയില്ല. ഇപ്പോഴാണെങ്കിലോ ബാബയും ദാദയും അല്ലെ രണ്ടുപേരും നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഈ ബ്രാഹ്മണ ജീവിതം വളരെ വിശേഷപ്പെട്ടതാണ്. സത്യവത്തിൽ നമ്മൾ പോകും, അവിടെ നമ്മൾ രാജ്യവും ഭരിക്കും, നമ്മൾ ദേവതയുമാകും. എന്നാൽ അവിടെ ശിവബാബ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല. ഇവിടെയാണെങ്കിലോ ബാപ് ദാദ രണ്ടുപേരും നമ്മുടെ കൂടെയുണ്ട്. और जैसे अभी हमारी ब्राह्मण जीवन में अनुभव होता है, कल दुखी थे आज सुखी हो गए. ഏതുപോലെ ഇപ്പോൾ നമ്മള് ബ്രാഹ്മണ ജീവിതത്തിൽ അല്ലെ അനുഭവം ചെയ്യുന്നുണ്ട്. ബ്രാഹ്മണ ജീവിതത്തിന്റെ അല്ലെ അനുഭവം നമ്മൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. എന്താണ്? ഇന്നലെ നമ്മൾ ദുഃഖിയായിരുന്നു, ഇന്ന് നമ്മൾ സുഖിയാണ്. ഇന്നലെ നമ്മൾ വികാരികളായിരുന്നു, ഇന്ന് നമ്മൾ നിർവികാരികളായിരിക്കുകയാണ്. അപ്പൊ ദുഃഖം എന്താണ്, സുഖം എന്താണ്, രണ്ടിന്റെയും വ്യത്യാസത്തെ കുറിച്ചും അറിയാം. ഓർ വഹാം ദോ ദുഃഖ കാ നാം നിഷാൻ ഹോ നഹി ഹോ. സത്യവത്തിലാണെങ്കിലോ അവിടെ ദുഃഖത്തിന്റെ പേരോ അടയാളമോ ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഇതിനെപ്പറ്റി ഒന്നും അറിയുകയില്ല. ഇപ്പൊ ഈ ബ്രാഹ്മണ ജീവിതത്തിൽ, ഈ സംഗമയുഗത്തിലെ ഈ ബ്രാഹ്മണ ജീവിതത്തിലാണ് നമ്മൾ ഇതെല്ലാം അനുഭവിക്കുന്നത്. അല്ലെ ഇന്നലെ ബാബയെ കിട്ടുന്നത് വരെ, ഇന്നലെ വരെ നമുക്ക് ദുഃഖമായിരുന്നു. എന്നാൽ ബാബയെ കിട്ടിക്കഴിഞ്ഞപ്പോഴോ നമ്മൾ ഇന്ന് സുഖിയായി മാറിയിരിക്കുകയാണ്. ഇന്നലെ വരെ നമ്മൾ വികാരികളായിരുന്നു, ബാബയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ നിർവികാരികളായി മാറി. അപ്പൊ സുഖം എന്താണ്, ദുഃഖം എന്താണ്, അല്ലെ ഇതിന്റെ വ്യത്യാസം എന്താണ്, ഇതെല്ലാം നമ്മളിപ്പോൾ അറിയുന്നുണ്ട്. സത്യയുഗത്തിലാണെങ്കിലോ അവിടെ ദുഃഖത്തിന്റെ പേരോ അടയാളം പോലും ഉണ്ടായിരിക്കില്ല. അവിടെ തീർച്ചയായിട്ടും സുഖികളായിരിക്കും. ലേക്കിൻ അഭി ഹം ജ്യാദ നോളജ്ഫുൾ ഹേ. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ കൂടുതൽ നോളജ്ഫുൾ ആയിരിക്കുന്നത്. സാരേ ചക്ര കി നോളജ് അഭി ബ്രാഹ്മൺ ജീവൻ മേ ഇമർജ്. അപ്പോൾ മുഴുവൻ ചക്രത്തിന്റെയും നോളജ് ഇപ്പോൾ ഈ ബ്രാഹ്മണ ജീവിതത്തിൽ ഇമർജ് ആണ്. അല്ലെ ഈ മുഴുവൻ ചക്രത്തിന്റെ അറിവ് ഈ ബ്രാഹ്മണ ജീവിതത്തിൽ നമുക്കുണ്ട്. വഹാന്തോ മർജ് ഹോ ജായേംഗെ. സത്യയുഗത്തിലുണ്ടോ ഈ മുഴുവൻ ചക്രത്തിന്റെ അറിവ്? സത്യയുഗത്തിൽ ഉണ്ടായിരിക്കുകയില്ല. അവിടത്തെ മെർജ് ആണ്. എന്നാൽ ഇപ്പോഴത് മെർജ് ആണ്. അഗർ കോയി സങ്കൽപ്പ് ആഫി ജായേ തോ ഉസ്കാ കഹന അട്ടഹർ കർക്കെ പീച്ചേ ആന. അഥവാ എന്തെങ്കിലും സങ്കല്പങ്ങൾ വരികയാണെങ്കിലും അതിനോട് പറയണം, അല്ലെ നിൽക്ക്, പിന്നീട് വരാം. അഫി വ്യർത്ഥ संकल्पों की ट्रैफिक को कंट्रोल करो, क्योंकि कोई कहते हैं कि अभी खराब संकल्प तो नहीं चलते हैं, लेकिन व्यर्थ चल जाते हैं. ബാബ പറയാണ്, ഇപ്പോൾ വ്യർത്ഥ സങ്കല്പങ്ങളുടെ ട്രാഫിക്കിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യണം. അല്ലെ കൂടുതൽ വ്യർത്ഥ സങ്കല്പങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്നത്. അപ്പൊ ഈ വ്യർത്ഥ സങ്കല്പങ്ങളുടെ ട്രാഫിക്കിനെ നിങ്ങൾ ഇപ്പോൾ കൺട്രോൾ ചെയ്യും. കാരണം അല്ലെ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് ചിലര്, ഇപ്പോൾ മോശമായ സങ്കല്പങ്ങളൊന്നും വരുന്നില്ല, എന്നാൽ വ്യർത്ഥം നടക്കും. അല്ലെ അത്രയും ചീത്ത അങ്ങനെയുള്ള മോശമായിട്ടുള്ള സങ്കല്പങ്ങളൊന്നും ഇപ്പോൾ എന്നിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ പോലും എന്നിൽ വ്യർത്ഥമായ ചിന്തകൾ നടക്കുകയാണ്. तो व्यर्थ संकल्प जो चलते हैं उसको मिटाने की युक्ति बहुत तेज है. അപ്പോൾ ബാബ എന്താ പറഞ്ഞ, വ്യർത്ഥ സങ്കല്പങ്ങൾ എന്താണോ നിങ്ങളുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ആ വ്യർത്ഥ സങ്കല്പങ്ങളെ ഇല്ലാതാക്കാനുള്ള യുക്തിയും വളരെ ഈസി ആണെന്ന് ബാബ പറയുകയാണ്. अगर आपको मनन करना आता है, एक शक्ति आपके पास है जो व्यर्थ थॉट्स सहज खत्म हो जाएंगे. അഥവാ താങ്കളുടെ അടുക്കൽ അല്ലെ മനനം ചെയ്യാനുള്ള ശക്തി ഉണ്ടെങ്കിൽ ഈ വ്യക്തമായ തോട്ട്സിനെ, ചിന്തകളെ സഹജമാക്കി ഇല്ലാതാക്കാൻ പറ്റും. മനനശക്തി താങ്കളുടെ അടുക്കൽ ഉണ്ട് എങ്കിൽ
അല്ലെ, മനനം ചെയ്യാനുള്ള കഴിവ് താങ്കൾക്ക് ഉണ്ട് എങ്കിൽ ബാബ പറയുകയാണ് ഈ വ്യക്തമായിട്ടുള്ള ചിന്തകളെ ഇല്ലാതാക്കുവാൻ സാധിക്കും, സഹജമായിട്ട് ഇല്ലാണ്ടാക്കാൻ സാധിക്കും. മനൻ ക്യാ കർത്തേ കർണാ ഹെ, എന്താണ് മനനം ചെയ്യേണ്ടത്? അല്ലെ, എന്ത് മനനം ചെയ്യുകയാണ് എങ്കിലാണ് വ്യക്തമായ ചിന്തകളെ ഇല്ലാണ്ടാക്കുവാൻ സാധിക്കുന്നത്? അല്ലെ, ബാബാക്ക് മീട്ടി മീട്ടി മുരളി പർഹി മനൻ കരോ. അല്ലെ, എന്താ മനനം ചെയ്യേണ്ടത്? ബാബയുടെ മധുരമായിട്ടുള്ള മുരളിയാണ് മനനം ചെയ്യേണ്ടത്, വേറെ കാര്യങ്ങളൊന്നും അല്ല ചെയ്യേണ്ടത്. അല്ലെ, മന്നം എന്ന് പറയുമ്പോൾ വ്യക്തമായ ചിന്തകളും അല്ലെ മനനം ചെയ്യുക, അതിന്റെ ആഴങ്ങളിലേക്കും പോകും. ബാബ എന്താ പറഞ്ഞത്? മനനം ചെയ്യേണ്ടതാണ്. വ്യക്തമായ ചിന്തകൾ വരുമ്പോൾ അതിനെ സഹജമായിട്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ, വ്യർത്ഥ ചിന്തകളെ ഇല്ലാതാക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട മനനം എന്താണ്? മധുരമായിട്ടുള്ള ബാബയുടെ മുരളി മനനം ചെയ്യും. ബാബ കൈത്തെ ഹേ കി ഏക് ദിൻ ഭി മുരളി മിസ് നഹി കരോ. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ഒരു ദിവസം പോലും മുരളി മിസ് ചെയ്യരുത്. അല്ലെ, എല്ലാ ദിവസവും നിങ്ങൾ മുരളി കേൾക്കണം. എന്നിട്ട് അതാത് ദിവസത്തെ മുരളി ആ ദിവസം നിങ്ങൾ മുഴുവൻ ദിവസവും മനനം ചെയ്യുകയാണ് എങ്കിൽ ആ ദിവസം അത്രയും നിങ്ങൾ വ്യർത്ഥമായ ചിന്തകൾ നിങ്ങളുടെ അടുക്കൽ വരില്ല. അല്ലെ, വ്യർത്ഥമായ ചിന്തകൾ വരുന്ന സമയത്ത് അന്ന് കേട്ട മുരളി പോയിന്റ് വിചാരസാഗര മനനം ചെയ്യണം. അല്ലെ, അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ മുരളി കേൾക്കണം ദിവസവും. അതാണ് ബാബ പറഞ്ഞ ഒരു ദിവസം പോലും നിങ്ങൾ മുരളി മിസ് ചെയ്യരുത്. അഗർ കൊയ് മജ്ബൂരി നഹി ഹെ തോ ശാം കെ യാ രാത്രി ക്ലാസ് കെ ബജായെ സവേരെ കാ ക്ലാസ് ജരൂർ കരോ. ബാബ പറയുകയാണ്, അഥവാ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ രാവിലെ വൈകുന്നേരത്തെയോ രാത്രി ക്ലാസ്സോ അതിനു പകരം നിങ്ങൾ രാവിലെയുള്ള ക്ലാസ് തീർച്ചയായിട്ടും കേൾക്കണം. വൈകുന്നേരത്തെ ക്ലാസ് കേൾക്കാൻ പറ്റിയില്ലെങ്കിലും രാത്രിയിലെ ക്ലാസ് കേൾക്കാൻ പറ്റിയില്ലെങ്കിലും ബാബ പറയുകയാണ് അതിരാവിലെയുള്ള മുരളി ക്ലാസ് നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കണം. അമൃതവേള ഫൗണ്ടേഷൻ ഹി, അല്ലെ, അമൃതവേള എന്ന് പറയുന്നത് നമ്മുടെ ബ്രാഹ്മണ ജീവിതത്തിന്റെ ഫൗണ്ടേഷൻ ആണ്. ക്യോങ്കി സാരി ദിൻ കാ ആരംഭ ഹോത്താ ഹൈ. അപ്പൊ അമൃതവേളയാണ് മുഴുവൻ ദിവസത്തിന്റെയും ആരംഭം എന്ന് പറയുന്നത്. അമൃതവേള തോ കൊയ് ഭി ബ്രാഹ്മൺ കുച്ച് ബഹാന നഹി ദേ സക്താ ഹൈ. അമൃതവേളയിൽ അല്ലെ ഒരു ബ്രാഹ്മണനും അതിന് ഒഴിവ് കഴിവ് പറയാൻ സാധിക്കില്ല. അമൃതവേള ചെയ്യാൻ പറ്റത്തില്ല, ഒഴിവ് കഴിവൊന്നും ഒരു ബ്രാഹ്മണനും പറയാൻ സാധിക്കില്ല. അപ്പന ഹി ടൈം തന്റെ സമയമാണത്. അല്ലെ, അമൃതവേള സമയത്ത് വേറെ ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല ആ സമയത്ത്. അത് തനിക്ക് അല്ലെ ബാബയുമായിട്ട് എന്താണ് യോഗം വെക്കാനുള്ള, ബാബയോട് സംസാരിക്കാനുള്ള, ബാബയിൽ നിന്നും സർവശക്തിയിൽ എടുക്കാനായിട്ട് മാറ്റിവെച്ച തന്റെ സമയമാണ് അമൃതവേള എന്ന് പറയുന്നത്. അവിടെ ഒരു ഒഴിവ് കഴിവുമില്ല. മുരളി ശുദ്ധ സങ്കല്പങ്ക ഖജാന ഹേ, അല്ലെ, മുരളി എന്ന് പറയുന്നത് ശുദ്ധ സങ്കല്പങ്ങളുടെ ഖജനാവാണ് മുരളി എന്ന് പറയുന്നത്. അല്ലെ, അപ്പൊ ആ മുരളി കേൾക്കുകയും ആ മുരളി വിചാരസാഗര മദനം ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ വ്യർത്ഥ സങ്കല്പങ്ങൾ ഇല്ലാണ്ടാവും. अगर व्यर्थ संकल्प आता भी है तो मुरली की पॉइंट अगर आपके अटेंशन में होगी और उसे स्मृति में लाके मनन करेंगे तो आपका मन उसमें बिजी हो जाएगा. അഥവാ ബാബ പറയുകയാണ് വ്യർത്ഥ സങ്കല്പങ്ങള് അല്ലെ വരികയാണ് എങ്കിൽ എന്താണ് മുരളിയിലെ പോയിന്റ്സ് അഥവാ താങ്കളുടെ അറ്റൻഷനിൽ ഉണ്ട്, താങ്കളുടെ മനസ്സ് ഇപ്പൊ എന്തെങ്കിലും വ്യക്തമായ ചിന്ത വരുന്ന സമയത്ത് ഇന്ന് കേട്ട മുരളി പോയിന്റ്സ് മനസ്സിൽ ബുദ്ധിയിൽ ഉണ്ട് എങ്കിൽ ഉടനെ ആ പോയിന്റിനെ സ്മൃതിയിലേക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു പോയിന്റിന്റെ മേൽ മനനം ചെയ്യുകയാണ് എങ്കിൽ താങ്കളുടെ മനസ്സ് അതിൽ അങ്ങ് ബിസി ആയിക്കോളും. അല്ലെ, മനസ്സിന് വേറെ പണിയൊന്നും ഇല്ലാത്തപ്പോഴാണ് മനസ്സ് വ്യക്തമായ സങ്കല്പങ്ങള് ചിന്തിക്കാൻ പോകുന്നത്, അതിന്റെ മനനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തമായ തോട്ട്സ് മനസ്സിലേക്ക് വരുന്നു എന്ന് കാണുമ്പോൾ ആ സെക്കൻഡിൽ എന്താണ് മുരളിയിലെ പോയിന്റ് സ്മൃതിയിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു പോയിന്റിന്റെ മേൽ വിചാരസാഗര മഥനം ചെയ്യും. അപ്പോൾ വ്യർത്ഥ സങ്കല്പങ്ങൾ ഇല്ലാണ്ട് മനസ്സ് അതിൽ ബിസി ആയിരിക്കും. जैसे यहाँ अंधकार हो जाए तो स्विच ऑन करने से रोशनी हो जाती है ना. ബാബൻ ഇതുപോലെ ഇവിടെ അല്ലെ ഇരുട്ട് വരുന്ന സമയത്ത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ പ്രകാശം വരില്ലേ, ലൈറ്റ് ഇടുമ്പോൾ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ ചെയ്താൽ ആ സെക്കൻഡിലെ പ്രകാശം വന്നു ഇരുട്ടുപോയി അല്ലെ. അതേപോലെയാണ് നമ്മുടെ ഉള്ളിൽ വ്യർത്ഥ സങ്കല്പങ്ങൾ വരുന്ന സമയത്ത്
അല്ലെ? മുരളി എന്ന ശുദ്ധ എന്താണ് ഖജനാവിന്റെ, ശുദ്ധ സങ്കല്പങ്ങളുടെ ഖജനാവിന്റെ സ്വിച്ച് ഓൺ ചെയ്താൽ മതി. അവിടെ എന്താണ്? വ്യർത്ഥ സങ്കല്പങ്ങൾ എന്ന ഇരുട്ട് അവിടെ ഇല്ലാണ്ടാവും. यहाँ शुद्ध यानी ज्ञान की पॉइंट्स സങ്കല്പോं की स्मृति जो है वो व्यर्थों को खत्म कर देती है. അതേപോലെ ഇവിടെ അല്ലെ ശുദ്ധം അഥവാ ജ്ഞാനത്തിന്റെ പോയിന്റ്സ് സങ്കല്പങ്ങളുടെ സ്മൃതി അത് വ്യർത്ഥതയെ ഇല്ലാണ്ടാക്കും. അല്ലെ? ജ്ഞാനത്തിന്റെ പോയിന്റ്സും ശുദ്ധമായ സങ്കല്പങ്ങളുടെ സ്മൃതിയും അല്ലെ വ്യർത്ഥത്തെ ഇല്ലാതാക്കും. ऐसे मनन शक्ति जिसको बाबा कहते हैं विचार सागर मथन एक भी बेहद आवश्यक है क्योंकि 63 जन्म के संस्कार है ना. ബാബ എന്താ പറഞ്ഞത്? അങ്ങനെയുള്ള അല്ലെ മനനശക്തിയെ, അതിനെയാണ് ബാബ പറയുന്നത് വിചാര സാഗര മഥൻ. അല്ലെ? മനനശക്തിയാണ് പറയുന്നത് വിചാര സാഗര മഥനം. ഇത് വളരെ ആവശ്യമാണ്. കാരണം 63 ജന്മത്തെ സംസ്കാരം നമ്മളിലുണ്ടല്ലോ. कई बार काम काज में जाते कर्म कॉन्शियस हो जाते हैं और कोई संकल्प नहीं चलता, लेकिन जो काम करते हैं उसी के ही संकल्प में रहते हैं. ചിലപ്പോഴൊക്കെ നമ്മൾ ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ജോലിയുടെ കോൺഷ്യസിലേക്ക് പോകും. അല്ലെ? എന്തെങ്കിലും ജോലിയും കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു കർമ്മത്തിന്റെ അല്ലെ ആ ഒരു കർമ്മത്തിന്റെ കോൺഷ്യസിലേക്ക് പോകുന്ന സമയത്ത് വേറെ ഒരു സങ്കല്പങ്ങൾ നടക്കുകയില്ല. ലേക്കിൻ ജോ കാം കർത്ത എന്നാൽ ഏതൊരു ജോലിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ അതിന്റെ സങ്കല്പം ഉണ്ടായിരിക്കും. ഏതൊരു ജോലിയും കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്, ആ ചെയ്യുന്ന ജോലിയുടെ സങ്കല്പങ്ങൾ നമ്മുടെ ഉള്ളിൽ നടക്കും, വേറെ ഒന്നും ഉണ്ടായിരിക്കില്ല. कई के स्मृति में देखते हैं, लेकिन बाबा ने तो कहा है कि तुम सिर्फ कर्म नहीं करो लेकिन कर्म के साथ योग भी हो, इसलिए कर्मयोगी बन के कर्म करो. ബാബ എന്താ പറയുന്നത്? കർമ്മത്തിന്റെ സ്മൃതി ഉണ്ടായിരിക്കണം. എന്നാൽ ബാബ പറയുകയാണ്, നിങ്ങൾ കേവലം കർമ്മം ചെയ്യുകയല്ല, എന്നാൽ കർമ്മത്തിനോടൊപ്പം തന്നെ യോഗവും വേണം. ഇതിനെയാണ് കർമ്മയോഗിയായിട്ട് കർമ്മം ചെയ്യൂ എന്ന് പറയുന്നത്. അല്ലെ? സാധാരണ നമ്മൾ കർമ്മം ചെയ്യുന്ന സമയത്ത് അല്ലെ വേറെ സങ്കല്പങ്ങൾ ഒന്നും ഉണ്ടാവുകയില്ല. എന്ത് കർമ്മമാണോ നമ്മൾ ചെയ്യുന്നത്, എന്ത് ജോലിയാണോ ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള മാത്രം ചിന്ത ഉണ്ടായിരിക്കും. എന്നാൽ ബാബ എന്താ പറയുന്നത്? ആ ജോലിയും കാര്യങ്ങളും ചെയ്യുമ്പോൾ ആ സങ്കല്പത്തിനോടൊപ്പം തന്നെ ബാബയുമായുള്ള യോഗവും നമ്മൾ വെക്കണം. ബാബയുടെ ഓർമ്മയും നമ്മൾ ഉണ്ടായിരിക്കണം. അല്ലെ? ബാബയുടെ ഓർമ്മയിൽ അല്ലെ ബാബയെ കൂടെ വെച്ച് കമ്പൈൻഡ് ആയി ഇരുന്നു കൊണ്ട് നമ്മൾ കർമ്മം ചെയ്യണം. അപ്പോഴേ നമ്മുടെ യോഗം കർമ്മയോഗമായി മാറി, കർമ്മയോഗിയാണ്. बाबा ने हमारे टाइटल कर्मयोगी रखा है, सिर्फ कर्म करने वाले नहीं. അല്ലെ? ബാബ നമ്മുടെ ടൈറ്റിൽ എന്താണ് വെച്ചിരിക്കുന്നത്? കർമ്മയോഗി എന്നാണ് പറയുന്നത്. അല്ലെ? വെറും കർമ്മം ചെയ്യാനല്ല പറഞ്ഞത്, കേവലം കർമ്മം ചെയ്യുന്നതല്ല. നിങ്ങൾ കർമ്മയോഗികളാണ്, കർമ്മം ചെയ്തുകൊണ്ടും അല്ലെ ബാബയെ ഓർമ്മിക്കുന്നവരാണ്. कर्म करो लेकिन कर्म कराने वाला मैं आत्मा हूं, यही याद रहे. നിങ്ങൾ കർമ്മം ചെയ്യ്, എന്നാൽ കർമ്മം ചെയ്യിപ്പിക്കുന്നത് ഞാൻ ആത്മാവാണ്. ഈ ഓർമ്മ ഉണ്ടായിരിക്കണം. കർമ്മ കർത്തെ അപ്പന മാലിക് പന്ന ഫൂലി. കർമ്മം ചെയ്യുമ്പോൾ തന്റെ അധികാരി അവസ്ഥയെ മറക്കരുത്. ഞാൻ ആത്മാ അധികാരിയാണ്, ഞാൻ എൻ്റെ ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇത് മറക്കരുത്. कराने वाला डायरेक्टर अच्छा होगा तो वर्कर जो है वो और ही अच्छी तरह से काम करते हैं. അപ്പൊ ചെയ്യിപ്പിക്കുന്ന ഡയറക്ടർ നല്ലതാണ് എങ്കിൽ വർക്കേഴ്സ് ആരെല്ലാം ഉണ്ടോ അവരും നല്ലതുപോലെ ജോലി ചെയ്യും. अगर हमको याद रहे कि मैं महात्मा इन कर्मेंद्रियों से कर्म करा रही हूँ तो इस स्मृति से कर्मेंद्रिया दुख नहीं देंगे. അഥവാ നമുക്ക് ഓർമ്മയുണ്ട് ഞാൻ ആത്മാ ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഈ സ്മൃതിയിലൂടെ കർമ്മേന്ദ്രിയങ്ങൾ ചതിക്കുകയില്ല, ഇല്ലെങ്കിൽ ചതിക്കും. അല്ലെ? ഞാൻ ആത്മാവാണ്, ഞാൻ ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അധികാരിയാണ്. അപ്പോൾ ഈ അധികാരിയുടെ സ്ഥിതിയിൽ നമ്മൾ സ്ഥിതി ചെയ്യണം. ഞാൻ ചെയ്യിപ്പിക്കുന്നവനാണ്, ഞാൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
അല്ലെ? ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വർക്കേഴ്സ് അല്ലെ, അധികാരി ഡയറക്ടർ ശരിയല്ല എന്നുണ്ടെങ്കിൽ വർക്കേഴ്സ് എന്താണ് അവർ പറഞ്ഞ അനുസരിക്കുക, നല്ലപോലെ ജോലി ചെയ്യുകയില്ല. നമ്മൾ ലൂസ് ആണെങ്കിൽ നമ്മൾ അവിടെ ഇവിടെ നോക്കിയിരിക്കുകയാണ് അല്ലെ, അതിന്റെ ജോലി ചെയ്യിപ്പിക്കുന്ന ആള് അവിടെ ഇവിടെ നോക്കിയിരിക്കുകയാണ്, അങ്ങനെ മര്യാദയ്ക്ക് ചെയ്യിപ്പിക്കുന്നില്ല എങ്കിൽ താഴെയുള്ള പണിക്കാര് ആയും ലൂസ് ആകും, അവരും അതുകൊണ്ടൊക്കെ നടക്കും. വർക്ക് നടക്കുവോ? ഇല്ല. അതേപോലെയാണ് പറഞ്ഞത്, ഞാൻ ആത്മാവ് ഈ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അധികാരി അവസ്ഥയിലിരുന്ന് നമ്മൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ നമ്മളെ ചതിക്കുകയില്ല. कोई डायरेक्टर ढीला होता है तो वर्कर फिर ठीक काम नहीं करते. ഡയറക്ടർ ശരിയല്ല എങ്കിൽ എന്താണ് അയഞ്ഞ അവസ്ഥയാണ് എങ്കിൽ എന്താണ് വർക്കേഴ്സ് ശരിയായിട്ട് ജോലി ചെയ്യില്ല, പറ്റിക്കവരെ. तो मैं आत्मा कराविनहार हूं, एक स्मृति रखेंगे तो आत्मा को परमात्मा स्वरूपी याद आएगा. അപ്പൊ ഈ ഓർമ്മ ഉണ്ടായിരിക്കണം, ഞാൻ ആത്മ ചെയ്യിപ്പിക്കുന്നവനാണ്. ഈ സ്മൃതി ഉണ്ട് എങ്കിൽ ആത്മാവിന് പരമാത്മാവിന്റെ ഓർമ്മ സ്വതവേ ഉണ്ടായിരിക്കും. ഞാൻ ആത്മാവാണ്, ഞാൻ ഈ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നവനാണ്, ഞാൻ അധികാരിയാണ് അല്ലെ. ഈ സ്മൃതി നമുക്കുണ്ട് എങ്കിൽ പരമാത്മാവിന്റെ ഓർമ്മയും നമ്മുടെ ഉള്ളിൽ സ്വതവേ ഉണ്ടാകും. एक सब देह देह के संबंध पदार्थ देह के साथ है, लेकिन आत्मा के लिए सिवाय परमात्मा के और कोई नहीं. ബാബ പറയാണ് ഇവിടെ ഇതല്ല, ഈ ദേഹം, ദേഹത്തിന്റെ സംബന്ധം, പദാർത്ഥം ഇതൊക്കെ ദേഹത്തിനോടൊപ്പം ഉണ്ട്. അല്ല, ദേഹത്തിന്റെ എല്ലാ സംബന്ധികളും, ബന്ധുക്കളും മിത്രങ്ങളും പദാർത്ഥങ്ങളും അല്ലെ, വസ്തുക്കളും വൈഭവങ്ങളും എല്ലാം ദേഹത്തിനോടൊപ്പം ഉണ്ട്. എന്നാൽ ആത്മാവിനോടൊപ്പം പരമാത്മാവല്ലാതെ മറ്റൊന്നും തന്നെയില്ല, ദേഹം പോലും ഇല്ല അല്ലെ. ദേഹത്തിനാണെങ്കിലോ ദേഹം, ദേഹത്തിന്റെ സംബന്ധം, ദേഹത്തിന്റെ പദാർത്ഥങ്ങള്, അതിന്റെ ബന്ധുക്കള് മിത്രങ്ങള് സമ്പത്ത് എന്ന് വേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എന്തെല്ലാം ഉണ്ട് ദേഹത്തിന് കൂടെ. എന്നാൽ ആത്മാവിനാണെങ്കിലോ പരമാത്മാവല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല. तो कराविनहार बनकर कर्म करो, इसको कहते हैं कर्मयोगी. അപ്പോൾ ചെയ്യിപ്പിക്കുന്നവനായിട്ട് കർമ്മം ചെയ്യൂ, ഇതിനെയാണ് പറയുന്നത് കർമ്മയോഗി എന്ന്. മാലിക് ഹോക്കെ ഹാത്ത് പാവ് ചലാവോ തോ കാം ഓർ ഹി അച്ഛാ ഹോഗ. അധികാരി ആയിക്കൊണ്ട് കയ്യും കാലും പ്രവർത്തിപ്പിക്കുകയാണ് എങ്കിൽ അല്ലെ കാര്യങ്ങള് കൂടുതൽ നല്ലതാകും അല്ലെ. ഞാൻ അധികാരിയാണ്, ഈ കർമ്മേന്ദ്രിയങ്ങൾ എന്റെ ജോലിക്കാരാണ് അല്ലെ എന്ന സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് ഈ കൈകൊണ്ടും കാലുകൊണ്ടും കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണ് എങ്കിൽ ഈ കൈയും കാലും കൂടുതൽ പ്രവർത്തിക്കും, കൂടുതൽ ജോലി ചെയ്യും. ബാബ പറയാണ്, സിർഫ് ബീച്ച് ബീച്ച് മേ ചെക്കിംഗ് കരോ, ഐസ നഹി രാത്രിക്കോ പോതാമേൽ ദേഖോ. ബാബ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം, ഞാൻ ഈ സ്ഥിതിയിൽ ഇതാണ് കർമ്മം ചെയ്യുന്നത്. അത് രാത്രിയിൽ കണക്ക് നോക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് ഒന്നും കാണുകയില്ല, മറന്നുപോകും, നമ്മൾ ഇടയ്ക്കെല്ലാം മറന്നുപോകും. അപ്പൊ നമുക്ക് ഒരുപാട് എന്താണ് ആ കണക്കിൽ ഒരുപാട് കുറവ് സംഭവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എന്താണ് ഞാൻ ആത്മാവാണ്, ഞാൻ ആത്മാവ് എന്റെ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ആത്മാ അധികാരിയാണ്, ഈ സ്ഥിതിയിൽ ഇരുന്നാണോ ഞാൻ കർമ്മം ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ സ്ഥിതി മാറുകയാണ്, സ്മൃതി മാറുകയാണ്, സങ്കല്പം മാറിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് വീണ്ടും എന്താണ് ആ ഒരു സ്ഥിതിയിൽ നമുക്ക് കർമ്മം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ബാബ എന്താ പറഞ്ഞ, കംസേ കം ദിനെ 10 ബാരി ചെക്കിംഗ് ആവശ്യക്കാരും, കുറഞ്ഞതിലും കുറഞ്ഞത് 10 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം നിങ്ങൾ ചെക്ക് ചെയ്യണം. രാത്രി എല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് അല്ലെ കണക്ക് നോക്കാം, ലെറ്റർ എഴുതുന്ന സമയത്ത്, ചാർട്ട് വെക്കുന്ന സമയത്ത്, രാവിലെ മുതലുള്ള കണക്കെടുക്കാം. എത്ര സമയത്ത് എത്ര സമയം ഞാൻ അധികാരിയുടെ സ്ഥിതിയിൽ നിന്ന് കർമ്മം ചെയ്തു എന്ന കണക്ക് അന്നേരം എടുക്കാം എന്ന് ചിന്തിച്ചാൽ 2-3 തവണയൊക്കെ കാണത്തുള്ളൂ. ബാക്കി സമയം മൊത്തം എന്താണ് കർമ്മേന്ദ്രിയങ്ങൾ അധികാരിയായിരുന്നുകൊണ്ടായിരിക്കും ചെയ്യുന്നത്, നമ്മളെ അങ്ങ് അടിച്ചൊതുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതുണ്ടാകാതിരിക്കാനാണ് നമ്മളെ ബാബ എന്താണ് 10 പ്രാവശ്യമെങ്കിലും ദിവസത്തിൽ 10 പ്രാവശ്യമെങ്കിലും നിങ്ങൾ കുറഞ്ഞതിലും കുറഞ്ഞത് ചെക്ക് ചെയ്യണം. അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൽ കൂടുതൽ ചെയ്യാം.
बाबा സമയം പറഞ്ഞിട്ടുണ്ട് എപ്പോഴൊക്കെയാണ് 5 बारी ट्रैफिक कंट्रोल का समय फिर 5 बारी खाने पीने का टाइम उसमें चेकिंग कर सकते हो നമ്മൾ പറയും ഈ 10 പ്രാവശ്യം ചെക്ക് ചെയ്യാൻ പറഞ്ഞു എപ്പോ ചെക്ക് ചെയ്യും 10 പ്രാവശ്യം ഈ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് ഏത് സമയം ചെക്ക് ചെയ്യാൻ പറ്റും എന്ന സംശയം നമുക്കുണ്ടാവും അപ്പൊ അതുകൊണ്ട് ബാബയെ സമയവും കൂടി പറഞ്ഞു തന്നിരിക്കുന്നു ചെക്ക് ചെയ്യാനുള്ള സമയം 5 പ്രാവശ്യം നിങ്ങൾക്ക് ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ട്രാഫിക് കൺട്രോളിന്റെ ആ യോഗ ചെയ്യുന്ന സമയത്ത് 5 പ്രാവശ്യം നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം പിന്നെ 5 പ്രാവശ്യം ആഹാരം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യത്തില്ലേ ആ സമയത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഇത് അധികം സമയമൊന്നും വേണ്ട ഒരു 2-3 മിനിറ്റിന്റെ ആവശ്യമേ ഉള്ളൂ ഇത് ചെക്ക് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ അല്ലെ ഏത് അവസ്ഥയിലാണ് ഈ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആഹാരം കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അല്ലെ അതിനു മുമ്പായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ഞാൻ ഏത് അവസ്ഥയിലാണ് ഏത് അധികാരി അവസ്ഥയിൽ ഞാൻ അധികാരിയായിരുന്നുകൊണ്ട് എന്റെ ഈ കൈകൾ കൊണ്ട് എന്റെ കൈകൾ എന്റെ ജോലിക്കാരനാണ് എന്ന രീതിയിലാണോ ഞാൻ ഈ കൈകൾ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയായിരുന്നു ഞാൻ ചെയ്യുമായിരുന്നു ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു സ്വയം ഞാൻ അങ്ങ് ചെയ്യുകയായിരുന്നു അല്ലെ ആഹാരം കഴിയുമ്പോൾ ചെക്ക് ചെയ്യണം അപ്പൊ അറിയാൻ പറ്റും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ഏത് അവസ്ഥയിലാണ് അല്ലെ അത് കഴിഞ്ഞിട്ട് നമ്മളെ മറ്റു ജോലിയും കാര്യങ്ങളും ഇപ്പൊ തുണി അലക്കുന്നു അല്ലെ പാത്രം കഴുകണു അല്ലെങ്കിൽ ഓഫീസിലെ വർക്ക് നമ്മൾ എന്തുവാട്ടെ അത് നമ്മൾ ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കേ അല്ലെ ആ വെള്ളം കുടിക്കുന്ന സമയത്ത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം അതിനു മുമ്പ് വരെയുള്ള നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഏത് സ്ഥിതിയിലാണ് നമ്മൾ ചെയ്തത് അല്ലെ പിന്നെ ട്രാഫിക് കൺട്രോൾ വരുന്ന സമയത്ത് ട്രാഫിക് കൺട്രോൾ യോഗം ചെയ്യുമ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം അതിന് തൊട്ട് മുമ്പ് വരെയുള്ള എന്റെ കർമ്മം ഞാൻ എങ്ങനെയാണ് ഞാൻ അധികാരിയായിരുന്നു കൊണ്ട് എന്റെ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് കാരണം നമ്മൾ ഒരിക്കൽ അധികാരി ആയിരുന്നു അല്ലെ ഇപ്പോൾ നമ്മൾ വീക്കായി നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ ഇപ്പൊ അധികാരിയായിരിക്കണം അല്ലെ മുതലാളി തൊഴിലാളിയും തൊഴിലാളി മുതലാളിയുമായി മാറിയിരിക്കുകയാണ് കാരണം മുതലാളിയുടെ അവസ്ഥ വളരെ വീക്കായപ്പോൾ തൊഴിലാളി കയറി ഭരിക്കാൻ തുടങ്ങി ഈ അവസ്ഥ മാറണ്ടേ ഈ അവസ്ഥ മാറണമെങ്കിൽ അല്ലെ നമ്മുടെ സ്ഥിതിയെ ഉയർത്തണം നമ്മുടെ മനഃശക്തി ഉയർത്തണം നമ്മുടെ സങ്കല്പങ്ങളെ ശുദ്ധമാക്കണം അതിനുള്ള പ്രാക്ടീസുകളും നമ്മൾ ചെയ്യണം അതിന് ചെക്ക് ചെയ്ത് ചേഞ്ച് ചെയ്യണം ദിവസത്തിൽ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്യാൻ പോയാൽ നമുക്ക് പരിവർത്തനം ഉണ്ടാവുകയില്ല അതുകൊണ്ടാണ് ബാബ പറഞ്ഞ ദിവസവും കുറഞ്ഞതിലും കുറഞ്ഞത് 10 തവണയെങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്യണം बाबा പറഞ്ഞ बीच में ചെക്ക് करने से अपने को ചേഞ്ച് कर लेना सहज हो जाता है അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ചേഞ്ച് ചെയ്യാൻ സഹജമായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അല്ല ദിവസത്തിൽ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് നിങ്ങൾ ചെക്ക് ചെയ്യുന്നെങ്കിൽ രാത്രി മാത്രമാണ് ചെക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങളിൽ പരിവർത്തനം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ പിറ്റേ ദിവസം രാത്രിയല്ലേ നോക്കുന്നുള്ളൂ അപ്പൊ പരിവർത്തനം വളരെ ബുദ്ധിമുട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിലോ പരിവർത്തനം കൊണ്ടുവരിക വളരെ സഹജമായിരിക്കും സിർഫ് രാത്രി को ही चेकिंग करने से हमारे हाथ से संगम का समय वेस्ट हो जाता है ബാബർ നിങ്ങൾ കേവലം രാത്രിയിൽ മാത്രമാണ് നിങ്ങൾ ചെക്ക് ചെയ്യുന്നെങ്കിൽ നമ്മുടെ കൈകളിലൂടെ സംഗമത്തിന്റെ സമയം വേസ്റ്റ് ആവുകയാണ് അല്ലെ ഈ സംഗമത്തിലെ സമയം എന്ന് വെച്ചാൽ വളരെ അമൂല്യമായ സമയമാണ് അല്ലെ വളരെ കുറച്ചേ ഉള്ള സമയം എന്ന് പറയുന്നത് ആ സമയത്തെ നമ്മൾ വേസ്റ്റ് ചെയ്യുകയായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് പരിവർത്തനം കൊണ്ടുവരുന്നില്ല എങ്കിൽ നമ്മുടെ കൈകളിലൂടെ ഈ സംഗമത്തിന്റെ അമൂല്യമായ സമയം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് संगम का यह समय सारे कल्प में अभी ही मिलता है इसलिए बाबा कहते हैं एक स्लोगन हमेशा याद रखो अब नहीं तो कभी नहीं സംഗമത്തിന്റെ ഈ സമയം അല്ലെ മുഴുവൻ കൽപ്പത്തിലും ഇപ്പോൾ മാത്രമാണ് ലഭിക്കുന്നത് സംഗമത്തിൽ നമുക്ക് കിട്ടുന്ന ഈ സമയമുണ്ടല്ലോ അത് മുഴുവൻ കൽപ്പത്തിലും നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഇപ്പോൾ മാത്രമാണ് ലഭിക്കുന്നത് അതുകൊണ്ടാണ് ബാബ പറയുന്നത് ഈ ശ്ലോകൻ നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വെക്കണം ഇപ്പോഴില്ലെങ്കിൽ എപ്പോഴും ഇല്ല അത് ഒരിക്കലും ഇല്ല ജോ കർണ ഹേ വോ അബ് കർലോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇപ്പോൾ ചെയ്യും പിന്നത്തേക്ക് മാറ്റത്തെ ചെയ്യാൻ കഴിയില്ല കാരണം പിന്നെ ആ സമയം കിട്ടിയെന്ന് വരില്ല അല്ലെ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇപ്പോൾ ചെയ്യൂ
പിന്നത്തേക്ക് വെച്ചാൽ ചെയ്യാൻ പറ്റില്ല. ക്യോങ്കി അന്ത് കാ ടൈം ഹേ, കാരണം ഇത് അല്ലെ ലാസ്റ്റ് സമയമാണ്, അവസാന സമയമാണ്. ഇസേ അച്ഛാ ബനാവോ തോ ഫിർ ആദി സേ ലേക്ക് അന്ത് തക്ക് ശ്രേഷ്ഠ ഹി രഹേഗി. അപ്പോൾ ഈ സമയം നിങ്ങൾ നല്ലതാക്കി മാറ്റുകയാണ് എങ്കിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള സമയം ശ്രേഷ്ഠമാകും. ഇത് നിങ്ങളുടെ ലാസ്റ്റ് സമയം, അവസാന സമയമാണത് ഈ സംഗമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഗമ സമയം മുഴുവൻ നിങ്ങൾ നല്ലതാക്കി മാറ്റുകയാണ് എങ്കിൽ, ഈ സംഗമത്തിന്റെ സമയത്തെ നിങ്ങൾ സഫലമാക്കുകയാണെങ്കിൽ, വേണ്ട വിധം നിങ്ങൾ ഈ സമയത്തെ ഉപയോഗിക്കുകയാണ് എങ്കിൽ, ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ സമയവും നിങ്ങളുടേത് ശ്രേഷ്ഠമാകും. और यहाँ तो अचानक का पेपर होना है, कब किसका अंध को पता नहीं, तो एवर रेडी रहना आवश्य है. പറയാണ് ഇവിടെ അചാനക്കായിട്ടായിരിക്കും പരീക്ഷ വരുന്നത്. എപ്പോൾ വരുമെന്ന് ആർക്കും എന്താണ് അറിയാൻ പറ്റില്ല. എപ്പോഴാണ് ഇതിന്റെ അവസാനം ഒന്നും ആർക്കും അറിയാൻ കഴിയില്ല. അതുകൊണ്ട് എവർ റെഡി ആയിരിക്കേണ്ടത് ആവശ്യകതയാണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇത് അന്തിമ സമയമാണ്, അവസാനം ലാസ്റ്റ് ടെസ്റ്റ് പേപ്പർ ആണ് വരാൻ പോകുന്നത്. ആ ടെസ്റ്റ് പേപ്പർ എപ്പോൾ വേണമെങ്കിലും അചാനക്കായിട്ട് വരാം. അത് എപ്പോൾ ആ ടെസ്റ്റ് പേപ്പർ എന്ന് പറയാനൊന്നും പറ്റുകയൊന്നുമില്ല. അതുകൊണ്ട് എപ്പോൾ നമ്മൾ എവർ റെഡി ആയിട്ട് ഇരിക്കണം. സമസ്യാവോ സമസ്യ നഹി, പേപ്പർ സമച്ചോ തോ ഡരേംഗെ നഹി. അപ്പൊ എന്താ പറഞ്ഞ, പ്രശ്നങ്ങളായിട്ട് നിങ്ങൾ കാണാതെ അതൊരു ടെസ്റ്റ് പേപ്പർ ആയിട്ട് കാണുകയാണെങ്കിൽ ഭയം ഉണ്ടാകില്ല. ടെസ്റ്റ് പേപ്പർ ആണെങ്കിൽ നമ്മൾ എന്തിനും പാസ്സാകും, ജയിക്കണം അല്ലെ. ടെസ്റ്റ് പേപ്പറിൽ നമ്മൾ തോറ്റുപോകാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? ആരും ഇഷ്ടപ്പെടുന്നത്. അത് പരീക്ഷയിൽ പാസ്സാകാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മളും വിദ്യാർത്ഥികളാണ്. അപ്പൊ നമുക്ക് ഈ പരീക്ഷയിൽ പാസ്സാകണം. ആ പരീക്ഷയെ നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല. അത് പഠിച്ച് ഫേസ് ചെയ്ത് പാസ്സാവുകയാണ് വേണ്ടത്. ഭയന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് പ്രശ്നങ്ങളായി കാണാതെ അതൊരു ടെസ്റ്റ് പേപ്പറായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയം ഉണ്ടാകില്ല. जितना हम आगे जाते हैं उतनी समस्याएं उस रूप से आएंगे. എത്രത്തോളമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അത്രയും പ്രശ്നങ്ങളും ആ രൂപത്തിൽ തന്നെ വരും അല്ലെ. പഠിക്കുന്നവരുടെ മുമ്പിലല്ലേ പരീക്ഷ ഉണ്ടാകുന്നത്. പഠിക്കാത്തവർക്ക് പരീക്ഷയുടെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എത്രത്തോളമാണ് പുരുഷാർത്ഥം ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ച് പ്രശ്നങ്ങളും അതേ രൂപത്തിൽ എന്താണ് നമ്മുടെ മുന്നിലേക്ക് വരും. पहले से ही बाबा ने सुनाया है कि माया आती रहेगी, इसलिए इसमें घबराना नहीं है. അപ്പം ഇത് ആദ്യമേ തന്നെ ബാബ കേൾപ്പിച്ചിട്ടുണ്ട്. എന്താണ്? മായ വരും, നിങ്ങൾ ഇതിനെ ഭയക്കേണ്ടതില്ല അല്ലെ. മായ വരാതിരിക്കോ? മായ വരും, അതിശക്തമായി തന്നെ മായ വരും. പക്ഷേ നിങ്ങൾ ഇതിനെ ഭയക്കരുത്. സാഗർ ഹി വഹാം ലഹരേത്തോ ആയെങ്കിൽ അല്ലെ. സാഗരമാണെങ്കിൽ തിരമാല ഉണ്ടാകും അല്ലെ. സാഗരത്തിൽ തിരമാല ഉണ്ടാവരുത് എന്ന് നടക്കുന്ന കാര്യമാണ്. തിരമാല വരരുത് എന്ന് സാഗരത്തോട് പറഞ്ഞു നടക്കുന്ന കാര്യമാണ്. സാഗരമാണെങ്കിൽ തിരമാല വരും. അതല്ലേ പുരുഷാർത്ഥം ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ മായയും തീർച്ചയായിട്ടും വരും. അല്ലെ. ഹമേം ലഹർക്കോ പാർ കർണേ മനോരഞ്ജൻ മാനേക്കി കല ആനിച്ചായി. അല്ലെ. സാഗരത്തിൽ തിരമാലകൾ ഉണ്ടാകും. നമ്മൾ ആ തിരമാലകളെ അല്ലെ മുറിച്ചു കിടക്കുന്നതിൽ ഒരു മനോരഞ്ജനമാക്കി മാറ്റാൻ അങ്ങനെ ഒരു കല നമ്മൾ ഉണ്ടാകണം. തിരമാലകളിൽ നീന്തുന്നവരില്ലേ? നമുക്കാണ് തിരമാലകളെ പേടിയാണ്. കടലിൽ ഇറങ്ങി തിരമാലകളിൽ നീന്തി കളിക്കാൻ അല്ലെ പലർക്കും പേടി. എന്നാൽ ചിലരാണെങ്കിലോ ആ തിരമാലകളിൽ നീന്തി കളിക്കും. അത് രസമാണ് അവർക്ക്. അതെ, അതിന്റെ ഓളങ്ങൾ അതിന്റെ ആ ഇതിലൂടെ ഒരു കൂളായിട്ട് അതൊരു രസകരമായ ഒരു കളിയായിട്ട് അവര് ഉല്ലസിക്കുക, ആഘോഷിക്കുക. കണ്ടു നിൽക്കുന്നവർക്ക് പേടി തോന്നും. തിരമാലയിൽ കളിക്കുന്നതാണ് പേടി. പക്ഷെ അവരതിനെ ആഘോഷമാക്കി മാറ്റുക, ഉത്സവം അല്ലെ എന്താണ് വളരെ കളിയായി കണ്ട് കളിക്കുന്നത്. അതേപോലെ ആയിരിക്കണം നമ്മൾ അല്ലെ. മായ എന്ന് പറയുന്നത് ഒരു തിരമാലയായി കാണുക അല്ലെ. ആ തിരമാലയെ ഒരു മനോരഞ്ജനമാക്കി മാറ്റുക. പ്രശ്നങ്ങൾ വരട്ടെ അല്ലെ. അത് ടെസ്റ്റ് പേപ്പറാണ്. നമ്മൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മളപ്പോൾ ടെസ്റ്റ് പേപ്പർ വരും. നമ്മളതിനെ വിജയിച്ച് കാണിക്കും അല്ലെ. സാഗരത്തിൽ തിരമാലകൾ ഉള്ളത് പോലെ തന്നെ പുരുഷാർത്ഥി ജീവിതത്തിൽ പുരുഷാർത്ഥം ചെയ്യുന്ന കുട്ടികളുടെ മുന്നിൽ പ്രശ്നങ്ങൾ വരിക തന്നെ ചെയ്യും. ആ പ്രശ്നങ്ങളെ എന്താണ് ഈസി ആയിട്ട് അതൊരു കളിയായി കണ്ട് മനോരഞ്ജനമാക്കുന്ന അല്ലെ കലയാക്കി മാറ്റണം. ബാക്കി സമസ്യ ആവേ ഹി നഹി കൈസേ ഹോഗ.
അല്ലെ ബാക്കി സമസ്യകൾ വരുവോ വരാതിരിക്കുക. ഭവർണ് അതെന്തുവാട്ടെ, സമസ്യ വരാതിരിക്കാൻ അതെങ്ങനെ ഉണ്ടാവും? പ്രശ്നങ്ങൾ വരും അല്ലെ, പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കും, പ്രശ്നങ്ങൾ വരും. अरे हम सर्वशक्तिवान के बच्चे मास्टर सर्वशक्तिवान है, हम मालिक बनकर रहेंगे तो ऑर्डर माना जाएगा. അല്ലെ നമ്മൾ സർവശക്തിവാന്റെ കുട്ടികൾ മാസ്റ്റർ സർവശക്തിവാന്മാരാണ്. അപ്പൊ നമ്മൾ അധികാരി ആയിരിക്കുകയാണെങ്കിൽ അല്ലെ എല്ലാം നമ്മുടെ ഓർഡറിൽ വരും. മാലിഹി നഹി ബനേങ്കെ തോ ശക്തി ഓർഡർ ക്യോ മാനേങ്കി. നമ്മൾ അധികാരി അല്ല എങ്കിൽ അല്ലെ ശക്തി നമ്മുടെ ഓർഡർ കേട്ട് വരുവോ? അല്ലെ നമ്മുടെ ഓർഡർ അനുസരിച്ച് നമ്മുടെ ഉള്ളിലെ ശക്തികൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ അധികാരിയായിരിക്കണം. അധികാരിയായതുകൊണ്ട് ഓർഡർ ചെയ്യുമ്പോഴാണ് ശക്തികൾ വരുന്നത് അല്ലെ. നമ്മൾ അധികാരി അല്ലെങ്കിൽ ശക്തികൾ വരില്ല. ബാബ പറയുകയാണ് മാലിക് അഗർ ഹോഷിയാർ നഹി ഹോത്താ ഹെ തോ സർവന്റ് മാലിക് ഹോ ജാത്താ ഹെ. അല്ലെ അധികാരി അഥവാ ശക്തിശാലി അല്ല അല്ലെ, പവർഫുൾ അല്ല എങ്കിൽ സെർവന്റ് അധികാരിയായി മാറും അല്ലെ. മുതലാളിക്ക് പവർ ഇല്ലെങ്കിൽ തൊഴിലാളി അധികാരിയായി മാറും. മാലിക് സെർവന്റ് ഹോ ജാത്താ ഹെ, അധികാരി സെർവന്റും ആകും. ആർക്കാണോ കഴിവുള്ളത്, പവർ ഉള്ളത് അല്ലെ, അവർ അധികാരിയായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അധികാരിയായിരിക്കണം. അഗർ ആത്മാ മാലിക് പൻകെ സ്വരൂപേ നഹി രഹത്തി ഹേ തോ ഏക് ചോട്ടി ചോട്ടി കർമ്മേന്ദ്രിയം ഹാത്ത് പാവ് ആങ്ക് മുഖ് ധോഖ ദേ ദേത്തെ ഹേ. ആത്മാ അധികാരിയുടെ സ്വരൂപത്തിൽ ഇരിക്കുന്നില്ല എങ്കിൽ ഈ ചെറിയ ചെറിയ കർമ്മേന്ദ്രിയങ്ങളുണ്ട്, നമ്മുടെ കയ്യും കാലും മുഖവും കണ്ണും, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും അല്ലെ. ഇതിന്റെയൊക്കെ അധികാരി നമ്മുടെ കൈ കാല് അല്ലെ, മുഖം കണ്ണ് നാക്ക് മൂക്ക്, ഇതിന്റെയൊക്കെ അധികാരിയായിരിക്കണം നമ്മള്. നമ്മള് ആത്മാവ് അധികാരിയുടെ ആ സ്ഥിതിയിലല്ല എങ്കിൽ ഈ കൊച്ചു കൊച്ചു കർമ്മേന്ദ്രിയങ്ങള് എന്താണ് നമ്മളെ ചതിക്കും. ആത്മാഹി ശക്തിക്ക് ആകേഹ് മുഖ്യ അല്ലെ, ആത്മാവിന്റെ ആ ശക്തിക്ക് മുന്നിൽ അല്ലെ ഇതൊക്കെ എന്താണ്? ലേക്കിൻ ധോഖ ഇസ്ലിയേ ദേത്തെ ഹേ ക്യോങ്കി ഹം മാലിക് ബൻ ഭൂൽ ജാത്തെ. പക്ഷെ ബാബർ ഇവരെ ചതിക്കും. ആത്മാവാണ്, ആത്മാവിന്റെ മുന്നിൽ ഈ കർമ്മേന്ദ്രിയം ഒന്നുമല്ല. എന്നാൽ ഞാൻ അധികാരിയാണ് എന്ന ആ സ്ഥിതിയെ നമ്മൾ മറന്നു പോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ കൊച്ചു കൊച്ചു കർമ്മേന്ദ്രിയങ്ങൾ നമ്മളെ ചതിക്കും. അപ്പൊ നമ്മൾ ഇപ്പോഴും നമ്മുടെ സീറ്റിലിരിക്കണം. നമ്മുടെ സമാനത്തിൽ നമ്മുടെ സീറ്റിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഇറങ്ങാൻ പാടില്ല. നമ്മൾ ഇറങ്ങിയാൽ എന്താണ്? നമ്മൾ ചതിക്കപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ആത്മാ അധികാരിയാണ്, ഈ ഇന്ദ്രിയങ്ങൾ എന്താണ്? ഈ ഇന്ദ്രിയങ്ങൾ എന്റെ പ്രജയാണ് അല്ലെങ്കിൽ എന്റെ തൊഴിലാളികളാണ് അല്ലെ, ഞാൻ ഇവയുടെ അധികാരിയാണ്, ഞാൻ ഇവരെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നവനാണ് അല്ലെ. ഈ ഒരു അധികാരിയുടെ സ്ഥിതിയിൽ നമ്മൾ ഇരിക്കണം. ഇതൊരിക്കലും മറന്നു പോകരുത്. तो मैं आत्मा राजा हूं, सोका इन कर्मेंद्रियों का राजा हूं, तभी तो स्वराज्य अधिकारी कहेंगे. അപ്പോൾ ഞാൻ ആത്മാ രാജാവാണോ അല്ലെ, സ്വയത്തിന്റെ ഈ കർമ്മേന്ദ്രിയങ്ങളുടെ രാജാവാണ്, അപ്പോഴേ സ്വരാജ്യ അധികാരി എന്ന് പറയാൻ പറ്റും അല്ലെ. സ്വയത്തിന്റെയും കർമ്മേന്ദ്രിയങ്ങളുടെയും രാജാവാണ് ഞാൻ ആത്മാ അല്ലെ. ഈ ഒരു സ്ഥിതി ഇരുന്നെങ്കിലേ നമ്മളെ സ്വരാജ്യ അധികാരി എന്ന് പറയും. തോ പഹലെ സ്വരാജ്യ കരോ. അപ്പൊ ആദ്യം എന്താണ്? നമ്മള് തന്റെ രാജ്യം ആദ്യം പരിഗണം. സ്വയത്തിന്റെ, അതായത് ഇന്ദ്രിയങ്ങളുടെ മേൽ അധികാരമാണ്, ഈ ശരീരത്തിന്റെ മേൽ അധികാരിയാണ്, ഈ കർമ്മേന്ദ്രിയങ്ങളുടെ മേൽ അധികാരിയാണ്, സ്വയത്തിന്റെ മേൽ നമ്മൾ അധികാരിയാണ്. സ്വയത്തിന്റെ മേൽ നമ്മൾ ആദ്യം രാജ്യം ഭരിക്കും. പ്രാക്ടീസ് ഹോഗി തഭി വിശ്വ രാജ്യക്കാർ സഹേംഗെ. ഇവിടെ നമുക്ക് അതിന്റെ പ്രാക്ടീസ് ഉണ്ടെങ്കിലേ വിശ്വത്തിൽ രാജ്യം ഭരിക്കാൻ പറ്റും അല്ലെ. വിശ്വരാജ്യ അധികാരി ആകണമെങ്കിൽ ആദ്യം നമ്മൾ സ്വയത്തിന്റെ അധികാരിയാണ് അല്ലെ. സ്വയത്തിന്റെ അധികാരി നമുക്ക് ആകാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ എങ്ങനെ വിശ്വരാജ്യ അധികാരിയാകും അല്ലെ. ഒരു വീട് നമുക്ക് നോക്കാൻ കഴിയുന്നില്ല എങ്കിൽ, ഒരു വീടിന്റെ അധികാരി നമുക്ക് ആകാൻ കഴിയുന്നില്ല എങ്കിൽ ഒരു രാജ്യത്തിന്റെ അധികാരി നമുക്ക് എങ്ങനെ ആകാൻ പറ്റും? राज्य ही नहीं संभाल सकेंगे तो विश्व का राज्य क्या सफलेंगे. അല്ലെ, ഇവിടെ ഈ സ്വരാജ്യത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വിശ്വരാജ്യം എങ്ങനെ സംരക്ഷിക്കും? तो इसी निश्चय से अपने को बीच बीच में ചെക്ക് കരോ ചേഞ്ച് കരോ. അതുകൊണ്ട് അല്ലെ ഈ നിശ്ചയത്തിലൂടെ
അല്ലെ സ്വയത്തെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്യൂ, ചേഞ്ച് ചെയ്യും. എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഞാൻ സ്വരാജ്യ അധികാരിയാണോ? അല്ലെ ഈ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് അല്ലെ കർമ്മം ചെയ്യിപ്പിക്കുന്ന ആത്മാവാണോ ഞാൻ? അപ്പൊ ഇത് നമ്മള് ദിവസവും ഇടയ്ക്ക് എത്ര പ്രാവശ്യം ചെക്ക് ചെയ്യുന്നത്? 10 തവണയെങ്കിലും ഒരു ദിവസം നമ്മള് ചെക്ക് ചെയ്യണം, ഞാൻ സ്വരാജ്യ അധികാരിയാണ്. ഈ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നവനാണോ? ഈ നമ്മള് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. പിന്നെന്താ പറഞ്ഞത്? അല്ലെ നമ്മളുടെ ഉള്ളിലെ വ്യർത്ഥമായ സങ്കല്പങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ വ്യർത്ഥ സങ്കല്പങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് മന്നശക്തി ആവശ്യമാണ്. അല്ലെ എന്താണ് മനനം ചെയ്യേണ്ടത്? മുരളി. അല്ലെ ദിവസവും അതിനുവേണ്ടി മുരളി കേൾക്കണം. ഒരു ദിവസം പോലും നമ്മൾ മുരളി മിസ് ചെയ്യരുത്. അല്ലെ മുരളിയിലെ പോയിന്റ്സിനെ, വ്യർത്ഥ സങ്കല്പങ്ങൾ വരുന്ന സമയത്ത് എന്താണ് മുരളിയിലെ പോയിന്റ്സിനെ ആ സെക്കൻഡിൽ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതിന്റെ മനനം ചെയ്യുകയാണ് എങ്കിൽ വ്യർത്ഥ സങ്കല്പങ്ങൾ ഇല്ലാണ്ടാവും. എങ്ങനെയാണോ ഇരുട്ടിൽ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ പ്രകാശം വരുന്നത്, അതേപോലെ വ്യർത്ഥമായ സങ്കല്പങ്ങൾ വരുമ്പോൾ മുരളിലെ പോയിന്റ് കൊണ്ടുവരികയാണ് എങ്കിൽ, ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ആ സെക്കൻഡിൽ നമ്മുടെ ഉള്ളിലെ വ്യർത്ഥ സങ്കല്പങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഇത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത് രണ്ടും ശ്രദ്ധിക്കണം. എന്താണ്? സ്വരാജ്യ അധികാരി ആകുവാനുള്ള പ്രാക്ടീസ് നമ്മൾ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ചെക്ക് ചെയ്ത് നമ്മളെ ചേഞ്ച് ചെയ്യണം. അതേപോലെ വ്യർത്ഥ സങ്കല്പങ്ങളിൽ നിന്ന് മുക്തമാകാൻ മുരളി പോയിന്റ് മനനം ചെയ്യുന്നത് നമ്മൾ ശീലമാക്കണം. അച്ഛ, ഓം ശാന്തി.